1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ എന്ന ജപ്പാൻ നഗരത്തിൽ അമേരിക്ക ബോംബിട്ടത്. അണുബോംബാണ് വർഷിച്ചതെന്നുള്ളതുകൊണ്ട് ഒരുപാട് ജീവൻ അവിടെ നഷ്ടമായി. 80 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത്. ലോകത്തിൽ ആദ്യമായി ഒരു യുദ്ധത്തിൽ അണുബോംബ് പരീക്ഷിച്ചത് അന്നായിരുന്നു. ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തിരശ്ശീല വീണതും ഈ അണുബോംബ് ഇട്ടതിന് ശേഷമാണ്. ഈ വാർത്ത അറിഞ്ഞ് ഏറ്റവും അധികം ദുഃഖിച്ചത് ആരാണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു ദുഃഖിച്ചത്. അണുബോംബ് നിർമ്മാണത്തിലുള്ള മാൻഹാട്ടൻ പദ്ധതിയിൽ നേരിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് ഐൻസ്റ്റീൻ ഈ അണുബോംബിനെ കണ്ടത്. അതിനൊരു കാരണമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസി ജർമ്മനി ആദ്യമായിട്ടൊരു അണുബോംബ് വികസിപ്പിച്ചാലോ എന്ന് ആലോചിച്ചിരുന്ന കാലം അത് വല്ലാത്തൊരു ആശങ്ക ലോകത്ത് പടർത്തിയിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് ശേഷം ഈ ആശങ്ക കൂടി. 1939 അമേരിക്കയോട് ആണവായുധങ്ങൾ ഗവേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐൻസ്റ്റീൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ കത്തയച്ചു. ആ കത്താണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞു ഐൻസ്റ്റീൻ. ജർമ്മൻകാർ അണുബോംബ് വികസിപ്പിക്കുന്നതിൽ പരാജയപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ കത്ത് അയക്കുമായിരുന്നില്ല. നീറുന്ന ഹൃദയവേദനയോട് ഐൻസ്റ്റീൻ അന്ന് പറഞ്ഞു. ഹിരോഷിമയ്ക്ക് ശേഷം 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നാഗസാക്കിയിലും അമേരിക്ക അണുബോംബിട്ടു. ഈ 2 നഗരങ്ങളിൽ തകർന്നടിച്ച മനുഷ്യർ, അന്ന് മരിച്ചവർ മാത്രമല്ല, പിൽക്കാലത്ത് ഒരു തലമുറ മുഴുവൻ ഇതിൻ്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ദുസ്വാധീനത്തിൽ ജീവശവങ്ങളായിട്ട് ജീവിച്ചു തീർക്കുകയാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് കവി പറയുന്നത് പോലെയാണ് ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വീണതിന് ശേഷമുള്ള പ്രശ്നം. ആണവായുധങ്ങൾക്കെതിരെയും ലോക സമാധാനത്തിനു വേണ്ടിയും വാദിക്കുന്ന വ്യക്തിയായി പിന്നീട് ഐൻസ്റ്റീൻ മാറിയതും അണുബോംബ് ഉണ്ടാക്കിയ വിനാശമാണ്. ഏതൊരു കണ്ടെത്തലിൻ്റെയും ശക്തി നന്മയ്ക്കായും തിന്മയ്ക്കായും ഉപയോഗിക്കാൻ കഴിയും. മനുഷ്യരാശിയുടെ നന്മയ്ക്ക് ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ആണവ ഊർജ്ജം ഉപയോഗിക്കാൻ കഴിയും. ശാസ്ത്രീയ കണ്ടെത്തലുകൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ഐൻസ്റ്റീന് സംശയമില്ലായിരുന്നു. ഭരണാധികാരികളുടെ വിവേകവും സഹിഷ്ണുതയുമാണ് ലോകത്ത് സമാധാനം നിലനിർത്തുക. യഥാർത്ഥത്തിൽ അണുബോംബ് ഇടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഓരോ രാഷ്ട്രത്തിൻ്റെ തലവന്മാരാണെങ്കിലും ഇന്ന് അണുബോംബ് വെച്ചിട്ടാണ് പല രാജ്യങ്ങളും ഭീഷണിപ്പെടുത്തുന്നത് എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ പാകിസ്ഥാൻ ഇടയ്ക്ക് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇടയിൽ അണുബോംബ് ഇട്ട് കളയും എന്നുള്ള രീതിയിലുള്ള ചില ഭീഷണികളൊക്കെ ഉന്നയിച്ചു. പക്ഷേ ആ ഭീഷണിയൊന്നും ഇന്ത്യ ചെവിക്കൊണ്ടില്ല. അതോടെ തന്നെ പാകിസ്ഥാന് മനസ്സിലായി ഇത്തരം വിരട്ട് ന്യായങ്ങളൊന്നും ഇന്ത്യയോട് ചിലവാകില്ല. എന്നാൽ പോലും അത്തരമൊരു ഭീഷണി ഉയർത്താൻ ഈ രാജ്യങ്ങൾ ധൈര്യം കാണിക്കുന്നു. 10,000 ചത്തൊടുക്കുന്ന ഈ അണുബോംബ് വിട്ടാലോ എന്നാലോചിക്കുന്ന രാഷ്ട്രത്തലവന്മാർ ലോകത്തുണ്ട് എന്നുള്ളത് ലോക സമാധാനത്തിന് ഏറ്റവും കടുത്ത ഭീഷണിയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ലോക സമാധാനത്തിന് അണുബോംബ് അപകടകാരിയാണ് എന്നൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.